ഗോപികയും ജീപിയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആകൃതി ബൊട്ടീക്കിന്റെയും ആകൃതി ബ്യൂട്ടി സലൂണിന്റെയും ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണി നിർവഹിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടു കൂടെ തന്നെ നമ്മുടെ കോഴിക്കോടിന്റെ കംപ്ലീറ്റ് സ്നേഹവും നൽകിക്കൊണ്ട് നമുക്ക് ഈ ശുഭമുഹൂർത്തത്തിലേക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Come on, Kozhikode! Ladies and gentlemen, let's put our hands together. Yes, let's welcome Gopika and GP. So, ഞങ്ങൾ എല്ലാവരും ഒരുപാട് സമയമായിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോപികയ്ക്കും ജിപിക്കും. ചേട്ടാ അതൊന്ന് നിർത്തുമോ പ്ലീസ്? അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും ഒരുപാട് സമയമായിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം ഗോപികയ്ക്കും ജെപിക്കും വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഇന്നത്തെ ഒരു ഇവന്റിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ വിവാഹത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന ആദ്യത്തെ ഇവന്റ് കൂടെയാണ്. അത് നമുക്ക് കോഴിക്കോടിന് ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ആണ്. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ലേഡീസ് ഫസ്റ്റ് ആണല്ലോ, നമുക്ക് ഗോപികയിലേക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഗോപിക, എന്താണ് നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത്? നമസ്കാരം. കോഴിക്കോട് എൻ്റെ നാടാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. ഞങ്ങളുടെ ആദ്യത്തെ ഇനോഗ്രേഷനാണ് ഒരുമിച്ച്. ഒരുപാട് സന്തോഷം. അതുപോലെ നോമ്പായിട്ടും ഒക്കെ നിങ്ങളെല്ലാവരും നമ്മളെ കാണാൻ വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെ 3ാമത്തെ ഷോറൂം അല്ലേ ആകൃതിയുടെ, ഇനിയും ഒരുപാട് ഷോറൂംസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ, അടിപൊളിയാവട്ടെ. എല്ലാ പ്രാർത്ഥനയും. താങ്ക് യു. കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ, ഞാനും നല്ല നല്ല ഈ ഒരു നാട്ടുകാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നാട്ടിൽ തന്നെ ഒരു സംരംഭത്തിന്റെ തുടക്കത്തിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ആകൃതിയുടെ അതിനകത്തുള്ള ഫെസിലിറ്റീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു യൂണിസെക്സ് സെലൂൺ ഉണ്ട്, ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, ബൊട്ടീക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണെന്ന് തോന്നുന്നു. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ആവശ്യങ്ങൾ, കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഒരു ഫാമിലി വൈസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പലപ്പോഴും ഇതുപോലെ എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ട് പോലും ഉണ്ട്. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കൂടുന്നത് അത് ഒന്നിലധികം ഉണ്ടാകുമ്പോഴാണ്. അപ്പോഴത്തന്നെയാണ് അതിന്റെ വിജയം എത്രയാണെന്ന് കാണിക്കുന്നതും. സോ ആകൃതി 3ാമത്തെ ഷോറൂമിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗ്രോത്ത് തന്നെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. ഇത് ഇനിയും ഒരുപാട് ഷോറൂമുകളായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജിബി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ജിബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഒരുപാട് ഫെമിലിയർ ആണ്. ഒരുപാട് TV ഷോസിലൂടെ നമ്മുടെ മുൻപിലേക്ക് എത്തി നമ്മളെല്ലാവരെയും എന്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു കിടിലൻ ആങ്കറാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു ആക്ടറാണ്. ഒരുപാട് മലയാളം മൂവീസും തെലുങ്ക് മൂവീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ജിബി നല്ലൊരു ഗായകനാണ്. വീട്ടിൽ പാടിത്തരാറുണ്ടോ? പാട്ടൊക്കെ പാടിത്തരാറുണ്ടോ ഗോപിക്ക്? റാൻഡംലി ഇങ്ങനെ വീട്ടിൽ നിന്ന് പാടും. അങ്ങനെ ഇടിക്കുന്നല്ല, പാടാറുണ്ട്. യെസ്, പാടാറുണ്ട്. അപ്പം അങ്ങനെ കഴിവുള്ള ഒരാളെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളൊരു പാട്ട് പാടാതെ വിടുന്നത് മോശമല്ലേ? നിങ്ങൾക്ക് പാട്ട് കേൾക്കണോ? യെസ്. അപ്പൊ ജിബി ചേട്ടാ, ഞങ്ങളുടെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പ്ലീസ്. ഒരുപാട് പുകഴ്ത്തുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ കാര്യമായിട്ടുള്ളതിലേക്കാണ് എത്തുന്നത് എന്നുള്ളത്. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് 2 വരി പാടാം. നറുമുഖയേ നറുമുഖയേ നീയൊരു നാഴിയിലായി സെങ്കനി ഊരികവായി പിറന്ന് നീയൊരു തിരുമൊഴി ചൊല്ലായി അത്രേ തിങ്കളന്നിലതും നെത്രേ തരവഴിയിൽ കൊത്രപ്പൊയ്യാടിയവൾ അത്രേ തിങ്കളന്നിലതും നെത്രേ തരവഴിയിൽ കൊത്രപ്പൊയ്യാടിയവൾ. താങ്ക് യു. ഓക്കെ, അതിഗംഭീരമായിട്ട് തന്നെ പാടി. എല്ലാവരും നല്ല കയ്യടി കൊടുക്കാം.
യെസ്, അപ്പം ഇനി എനിക്ക് ഗോപികയുടെ അടുത്താണ് ചോദിക്കാനുള്ളത്. ഗോപികയെ എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർ എസ്പെഷ്യലി നമ്മുടെ അമ്മമാര് നെഞ്ചിലേറ്റ് ചെയ്ത് നമ്മുടെ അഞ്ജലി ആയിട്ടാണ്. സ്വാതന്ത്ര്യം സീരിയലിൽ ഇപ്പൊ എല്ലാവരും മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഗോപിക ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരുപാട് പേര് കൈപൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഗോപികയുടെ പുതിയ വിശേഷങ്ങളൊക്കെ എന്താണ്, എന്തൊക്കെയാണ് അപ്കമിങ് പ്രൊജക്ടുകൾ? പ്ലീസ്. ഞാൻ സീരിയൽസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓരോ കഥകൾ കേൾക്കുന്നു. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. അപ്പോൾ കുറച്ച് ഫാമിലി ആയിട്ട് ഇപ്പം സ്പെൻഡ് ചെയ്യാണ്. അപ്പം എന്തായാലും അഭിനയിക്കുന്നുണ്ട്, തിരിച്ചു വരും. നല്ലൊരു കഥയായിട്ട് തിരിച്ചു വരും ഉറപ്പായിട്ടും. ജിബി ചേട്ടനും അതുപോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ വിവാഹത്തിന് ശേഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ആഫ്റ്റർ മാരേജ് എങ്ങനെയുണ്ട് ലൈഫ്? ആഫ്റ്റർ മാരേജ് ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആണ്, കൂടുതൽ ഹാപ്പിയറാണ്, നന്നായി പോകുന്നു. ഞങ്ങളിങ്ങനെ യാത്രകളും എൻ്റെ ചില ഷൂട്ടുകളും എല്ലാം ആയിട്ട് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. ഞാൻ കൂടുതൽ ഇപ്പോൾ തെലുങ്കും തമിഴുമാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു തമിഴിൻ്റെ വെബ് സീരീസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് അത് ഷൂട്ട് ചെയ്യും, ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോകും, ഇടയ്ക്ക് ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് ഈസ് ഗുഡ്, ലൈഫ് ഈസ് വെരി വെരി ഹാപ്പി. യെസ്, അപ്പൊ ഇതേ ഹാപ്പിനെസ്സോട് കൂടെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വർഷം ഈ ഒരു സന്തോഷത്തോട് കൂടെ തന്നെ ജീവിക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടൊക്കെ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ അപ്ഡേഷനുകളും നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ അറിയുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള അതേ സെയിം ഫീലാണ്. ഇനിമേ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓണേഴ്സിനെ ആദ്യം തന്നെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം സുജിഷ.